അവിടെ പോയി ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് അല്ല, സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തോന്നുന്നു? ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്. ഫസ്റ്റ് അകത്ത് കയറിയപ്പോൾ കണ്ട കൂട്ടത്തിലുള്ള ആളാണ്. അപ്പം ഞാൻ അന്നേരം കൊച്ചുകുട്ടിയല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതായത് ഏത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഇത് അന്നേരം കേട്ട് ഇങ്ങനെ ചിരിച്ച് നിന്നിട്ട് പിന്നെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് അവരെ ഏജിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ അത് അവരുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു കാണും. കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ബൗദ്ധികമായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം, അല്ലാതെ അയാൾ നോക്കിയപ്പോൾ ചരിഞ്ഞെന്തെന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടാക്കുകയല്ലേ. ചെയ്ത പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ വധക്കേസിൽ ഞാൻ ഒരു സഹോദരൻ അനിയത്തിയെക്കുറിച്ച് പറയുന്ന രീതിയിൽ ഒരു സ്റ്റോറിയാണ് ഞാൻ അവിടെ പെർഫോം ചെയ്തത് എന്ന് പറയുമ്പോൾ ഈ ആദില നൂറ, സാരിക ഉൾപ്പെടെയുള്ളവർ അവിടെ മുന്നിലിരുന്നിട്ട് അവർ വിങ്ങിയായിരുന്നു. ഞാൻ ചെയ്തത് എന്തോ പുറത്തിറങ്ങി ഞാൻ എപ്പിസോഡുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് പലരിലേക്കും എത്തിയില്ല. ഞാൻ എൻ്റെ പ്രസൻസ് അറിയിക്കാത്ത ഒരു ഏരിയ അവിടെ ഇല്ലായിരുന്നു. ഞാൻ എത്രമാത്രം എൻജോയ് ചെയ്ത് നടന്ന ആൾക്കൂട്ടത്തിലൊരാളായിരുന്നു. പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. നമുക്ക് ഒറ്റയ്ക്ക് അനീഷിനെ പോലെ അനീഷ് നോർമൽ മനുഷ്യനല്ലല്ലോ, അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ ഒരിടത്ത് ഇരിക്കത്തില്ല, ആരുമായിട്ടും സംസാരിക്കണ്ട, അവൻ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? ചേട്ടൻ ബിഗ് ബോസ് വീട്ടിനകത്ത് ലൈവിൽ ഞാൻ കണ്ടായിരുന്നു പറയുന്നത്, ഇത് നമ്മൾ പുറത്ത് പറയുന്ന പോലെയൊന്നും അല്ലല്ലോ, വളരെ എളുപ്പമാണ്, എനിക്കിത് വലിയ പ്രയാസമായിട്ട് തോന്നുന്നില്ല, ഈ വീട് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എന്ന് ഏട്ടൻ വീട്ടിനകത്ത് വെച്ച് പറയുന്നത് കേട്ടായിരുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം? നമ്മൾ എന്തിനാണ് അതിനകത്ത് പോയെന്നുള്ള കൃത്യമായ ഒരു ബോധ്യമുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ ഒരു വ്യക്തിത്വം അവിടെ നിൽക്കാൻ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിന് മേളിലാണെന്ന് നമുക്കൊരു സ്വയം ബോധ്യമുണ്ടെങ്കിൽ അതിനെ അവരുടെ മേലിൽ അതിന് അധീശത്വം സ്ഥാപിക്കരുത്. അവരുടെ വാചകങ്ങൾ കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും തന്ത്രങ്ങൾ കൊണ്ടായാലും അത് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും. എൻ്റെ ആദ്യം കയറിയപ്പോൾ വിധി മാറ്റിമറിക്കുന്ന ദിവസം ആ ഒരു വരി അതും ലാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. തിരിച്ചിറങ്ങുമ്പോഴും എനിക്ക് ആരോടും ലാൽ സാറിനോട് അറിയിക്കാൻ മാത്രം പരാതികളൊന്നുമില്ല എന്നെഴുതി അതും ലാൽ സാർ വായിച്ചു. ഈ രണ്ട് വരികൾക്കിടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്വന്തം പേര് മാത്രം കയ്യിലുണ്ട്, മനുഷ്യ രഞ്ജിത്ത് എന്നുള്ള പേരും ശരീരവും മാത്രമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാനൊരു ഒരവസരം കിട്ടിയതായിട്ട് കണ്ടിട്ടാണ് ഞാൻ ബിഗ് ബോസ് കിട്ടിയപ്പോൾ ഞാൻ കാണുന്നത്. എനിക്ക് ആരോടും പരാതികളില്ല എന്നെഴുതി. ഞാൻ പരാതി പറയാൻ വേണ്ടിയിട്ടല്ല അവിടെ പോയത്. ആരെക്കുറിച്ചെങ്കിലും പരാതി, അയാൾ നുള്ളി, അയാൾ വിച്ചി എന്ന് പറഞ്ഞൊരു ചെറിയ ബാലിശമായ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി 100 ദിവസം നിൽക്കാനാണ് പോയത്. 100 ദിവസം ഞാൻ അവിടെ നിൽക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെക്കാൾ ഉയരെയാണ് എൻ്റെ വ്യക്തിത്വം ഒന്ന് സ്ഥാപിച്ചെടുക്കണേ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പോയത്. അതിനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മൈൻഡ് ഗെയിം എന്നാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ മൗത്ത് ഗെയിം അല്ലേ അവിടെ നടക്കുന്നത്. എന്നോടൊപ്പം ഫാമിലി ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. അത് എവിടെയൊക്കെ ഇപ്പം പുറത്ത് ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാലും എന്നല്ല, എല്ലാ കാര്യവും എന്ത് പറഞ്ഞാലും നിർഭാഗ്യവശാലും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ കൈവിട്ടുപോയി അവർക്ക്. പക്ഷേ മൈ ബെസ്റ്റ് ഞാൻ അവർക്കെല്ലാം കൊടുത്തു. ഒരുപാട് പേര് എൻ്റെ ഇന്ന് പണം ഇതിനെ ചതിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പണത്തിൻ്റെ മൂല്യം ഞാൻ അറിയുന്നത്. എൻ്റെ ഈ കാശുണ്ടായിരുന്നപ്പോൾ എനിക്ക് മൂല്യം അറിയണ്ട, കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ബിഗ് ബോസ് സീസൺ 7 ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രജി ചേട്ടാ, സ്വാഗതം. താങ്ക് യു. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറയാൻ മാത്രം സ്ട്രോങ് ആയിട്ട് തോന്നിയോ? പക്ഷെ ഞാനിത് പറയാനുള്ള കാരണം, ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, എവിക്റ്റഡ് ആയതിനു ശേഷം ഒത്തിരി ആളുകൾ ഇതൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു, ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. രണ്ട് വിഭാഗത്തിലും അഭിപ്രായങ്ങൾ വന്നു. പക്ഷെ അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെയല്ലേ ആളുകൾ ഇത് പറയുന്നതെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സാ സ്വീകരിച്ചു. വളരെ സന്തോഷം. ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്? ഒന്നുമില്ല, ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ സ്വാഭാവികം ഇപ്പം പുറത്തിറങ്ങുമ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ മുമ്പ് നേരെ വന്ന് നിൽക്കുന്ന ഒരാളിനെ മനസ്സിലാവുള്ളായിരുന്നു. ഇപ്പം ബാക്ക് സൈഡ് കണ്ടാലും അവർ വന്നിട്ട് ബിഗ് ബോസ് അല്ലേന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. അത്ര ഒരു മാറ്റം ഉണ്ടായി. അത് കുറച്ചാൾ കഴിയുമ്പോൾ മാർക്കുമായിരിക്കും. അത്രേ ഉള്ളൂ. വേറെ മാറ്റമൊന്നും എന്നിൽ ഒരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ സ്വാഭാവികമായും ഞാൻ എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ അവിടെ പെരുമാറിയിട്ടുള്ളൂ. അതിനപ്പുറം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയെന്നോ ഉള്ള ഒരു ചിന്തയൊന്നും എന്നിൽ ഇതുവരെ വന്നില്ല. എനിക്ക് ആദ്യം ബിഗ് ബോസിൽ പേഴ്സൺ എന്ത് പറഞ്ഞത് വിധി മാറ്റിമറിക്കുന്ന ദിവസം എന്നാ. കാരണം ഒരു വലിയ സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കതിന് പറ്റിയില്ല എന്നൊരു വിഷമം ഇപ്പോഴുണ്ടോ? എനിക്കൊന്നും ഒട്ടും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല തോന്നുന്നു എവിക്റ്റഡ് ആയത്. സോ അത് ഫേസിലും നമുക്ക് ആ ഒരു നടത്തത്തിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതൊരു എങ്ങനെയായിരുന്നു അതിനെ എടുത്തത്? ശരിക്കും അത് രണ്ട് ലെറ്ററും കൂടെ നമ്മളൊന്ന് കണക്ട് ചെയ്യണം. ഞാൻ എൻ്റെ ആദ്യം കയറിയപ്പോൾ വിധി മാറ്റിമറിക്കുന്ന ദിവസം ആ ഒരു വരി അതും ലാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. തിരിച്ചിറങ്ങുമ്പോഴും
എനിക്ക് ആരോടും ലാൽ സാറിനോട് അറിയിക്കാൻ മാത്രം പരാതികളൊന്നുമില്ല എന്നെഴുതി അതും ലാൽ സാർ വായിച്ചു. ഈ രണ്ട് വരികൾക്കിടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. വിധി മാറ്റിമറിക്കുന്ന ദിവസം ഞാൻ എൻ്റെ അവർ ഏഷ്യാനെറ്റിൽ നിന്ന് എൻ്റെ പ്രൊഫൈൽ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ ഓൾറെഡി ഓഗസ്റ്റ് 3 എഴുതി വെച്ചതാണ്. ഞാൻ എൻ്റെ അക്ഷരം വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊന്ന് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഞാൻ ഡയറി എഴുതുന്ന ശീലമുള്ള ആളാണ്. എന്തുകൊണ്ട് വിധി മാറ്റിമറിക്കുന്ന ദിവസം ഞാൻ അങ്ങനെ ഒരു വാചകം മനസ്സിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും എല്ലാം ഒരു മനുഷ്യന് നഷ്ടപ്പെടാനാവുന്നതെല്ലാം നഷ്ടപ്പെട്ടു. നേടിയതാവാം, ഉണ്ടായിരുന്നാവാം, എല്ലാം നഷ്ടപ്പെട്ടിട്ട് സ്വന്തം പേര് മാത്രം കയ്യിലുണ്ട്. മനുഷ്യ രഞ്ജിത്ത് എന്നുള്ള പേരും ശരീരവും മാത്രമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാനൊരു ഒരവസരം കിട്ടിയതായിട്ട് കണ്ടിട്ടാണ് ഞാൻ ബിഗ് ബോസ് കിട്ടിയപ്പോൾ ഞാൻ കാണുന്നത്. പലപ്പോഴും ഈ സൗഭാഗ്യങ്ങളുടെ മുന്നിൽ തിരസ്കൃതനായിട്ട് നിൽക്കുന്ന ഒരു ജന്മമായിരുന്നു എൻ്റെത്. കാരണം പലതും കൈവിട്ടു വന്നത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ചു പിടിക്കണം. അങ്ങനെ പോയതുകൊണ്ടാണ് ആ വാചകം എഴുതിയത്. അതുപോലെ തന്നെ എനിക്ക് ആരോടും പരാതികളില്ല എന്ന് ഞാൻ പരാതി പറയാൻ വേണ്ടിയിട്ടല്ല അവിടെ പോയത്. ആരെക്കുറിച്ചെങ്കിലും പരാതി, അയാൾ നുള്ളി, അയാൾ വിച്ചി എന്ന് പറഞ്ഞൊരു ചെറിയ ബാലിശമായ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി 100 ദിവസം നിൽക്കാനാണ് പോയത്. 100 ദിവസം ഞാൻ അവിടെ നിൽക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെക്കാൾ ഉയരെയാണ് എൻ്റെ വ്യക്തിത്വം എന്ന് സ്ഥാപിച്ചെടുക്കണം ഞാൻ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പോയത്. അതിനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മൈൻഡ് ഗെയിം എന്നാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ മൗത്ത് ഗെയിം അല്ലേ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെറും മൗത്ത് വെച്ചിട്ട് കളിച്ചാണ് ആദ്യത്തെ ദിവസം. പക്ഷെ അത് തുടക്കത്തിലൊരു പക്ഷേ നല്ലതായിരുന്നു. അനീഷിനൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ 3ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് അതിൽ മാറ്റങ്ങളൊക്കെ വന്നു. സ്വാഭാവികമായിട്ടും മാറ്റം വരും. അയാളുടെ ഒരു ബഹളത്തിൽ ചുറ്റിപ്പറ്റി എല്ലാം അങ്ങോട്ടേക്ക് തന്നെ ഫോക്കസ് പോയിരിക്കുകയായിരുന്നു. മറ്റൊരാൾക്കും വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ളൊരു സാധ്യതകൾ പോലും അവിടെ ഇല്ലാത്ത രീതിയിലാണ് ഫസ്റ്റ് വീക്ക് പോയത്. ആ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനെന്നല്ല, എന്നെ അടുത്തറിയാവുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല രഞ്ജിത്ത് ഫസ്റ്റ് വീക്കിൽ പോകുന്നത്. കാരണം അവിടെ കൊടുക്കാനുള്ള എന്തൊക്കെയോ എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കും ധാരണയുണ്ട്, എന്നെ അറിയാവുന്നവർക്ക് ധാരണയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാതെ, ഞാൻ ആരാണ് എന്താണെന്ന് പറയാൻ പറ്റാതെ പുറത്തു വന്നു എന്നുള്ളൊരു വിഷമമില്ലാതില്ല. വിഷമമില്ലെന്നൊക്കെ പറഞ്ഞ അഹങ്കാരമായി പോയി. എനിക്ക് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഒരവസരം കൂടെ അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ, എനിക്കൊരു ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഗെയിം പുറത്തെടുത്തേനെ എന്ന് ഒത്തിരി പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 7 days വെയിറ്റ് ചെയ്ത് ഇനിയാണ് എൻ്റെ കളി എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു മനസ്സിലായി. കളി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ മുതൽ തന്നെ എൻ്റെ പ്രസൻസ് അറിയിക്കാനുള്ള സാധ്യതകൾ, എൻ്റെ കയ്യിലുള്ള മെറ്റീരിയലുകൾ എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിന്നത്. അല്ലാതെ ഞാൻ എവിടെയെങ്കിലും സൈലൻ്റ് ആയിട്ട് നിന്നിട്ടില്ല. ഞാനത് അവിടെ ഇറങ്ങിയപ്പോൾ അവരെന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ടോ ഞാൻ എന്തെങ്കിലും അനാവശ്യമായിട്ട് ചെയ്തത് കൊണ്ടോ അല്ല ഞാൻ പുറത്തായത്. അതെനിക്ക് 100% ഉറപ്പുണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. പക്ഷേ ഞാൻ ചെയ്തത് എന്തോ പുറത്തിറങ്ങി ഞാൻ എപ്പിസോഡുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് പലരിലേക്കും എത്തിയില്ല. ഞാൻ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രസൻസ് അറിയിക്കാത്ത ഒരു ഏരിയ അവിടെ ഇല്ലായിരുന്നു. ഞാൻ എത്രമാത്രം എൻജോയ് ചെയ്ത് നടന്ന ആൾക്കൂട്ടത്തിലൊരാളായിരുന്നു. പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. രണ്ടാമത്തെ ആഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി പറയുന്നത്. ഒരു ലൈഫ് സ്റ്റോറി പറയാനുള്ള ഒരു അവസരം കിട്ടുക. അപ്പം എന്നെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. മുൻഷി രഞ്ജിത്ത് അയാൾ അവിടെ അഭിനയിക്കുന്നുണ്ട്, ഇതിനകത്ത് സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഞാനാണ് വാട്ട് ഇസ് രഞ്ജിത്ത്, ഹൂ ഇസ് രഞ്ജിത്ത് ആർക്കും അറിയില്ല. അത് പറയാനുള്ളൊരു അവസരം എനിക്കുണ്ടായാൽ ആളുകൾ എന്നെ അറിയും. എൻ്റെ ഹൃദയത്തിലേക്ക് കുറച്ചുകൂടെ അടുത്ത് വരും. അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റും. അടുത്തത് പിന്നെ പെർഫോമൻസിനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് വീക്കിലാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. പെർഫോമൻസിനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനോഹരമായി ഒരു പെർഫോമൻസ് അവിടെ നടത്തിയിരുന്നു. ഒരു നൈറ്റിൽ എന്നെ പുകഞ്ഞുള്ളി പുറത്തെന്ന് പറഞ്ഞ് പുറത്തിരുത്തിയ ദിവസം രാത്രിയിൽ ഞാൻ നല്ല ഗ്രൂപ്പിൽ കുറേ പെൺകുട്ടികളും ശരത്തും അക്ബറും എല്ലാവരും കൂടി ഇരിക്കുന്നിടത്ത് ഒരു 10-12 പേരുടെ മുന്നിൽ ഞാൻ പെർഫോമൻസ് നടത്തി. അവരെ എല്ലാം കണ്ണ് നനയിപ്പിച്ച ഒരു പെർഫോമൻസ് ചെയ്തു. അത് ഒക്കെ ഒന്നും പുറത്ത് വന്നിരുന്നു. അത് 2 കാര്യങ്ങളും വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നാൾ പുറത്ത് പോയിട്ട് വരില്ലായിരുന്നു. കുറച്ച് നാളത്തേക്ക് ആരും എന്നെ നോമിനേറ്റ് ചെയ്യില്ല, ആരെങ്കിലും എനിക്ക് വോട്ട് കിട്ടാതെ വരില്ലായിരുന്നു. പക്ഷെ അതിനും സാധിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം മനസ്സിലായി. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ ചെയ്ത പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ വധക്കേസില്ലേ, ഞാൻ ഒരു സഹോദരൻ അനിയത്തിയെക്കുറിച്ച് പറയുന്ന രീതിയിൽ ഒരു സ്റ്റോറിയാണ് ഞാൻ അവിടെ പെർഫോം ചെയ്തത്. അപ്പോൾ ശരിക്കും ആദ്യമായിട്ട് ഇയാളാണ് ആ അനിയത്തിയെ ട്രെയിനിൽ പിടിച്ച് കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് അവൾ ആദ്യം ട്രെയിനിൽ കയറിയത്. എന്നാൽ അയാൾ വളരെ വേദനയോടെ പറയുകയും ആ ട്രെയിനിൽ വെച്ച് തന്നെ അവൾ മരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാധനത്തിൽ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പറയുന്ന അതിനകത്ത് ഒരു സെൻറ്റൻസ് ഉണ്ട്. തിരക്കുള്ളൊരു ബസ്സിലോ തിരക്കുള്ള ഒരു പാർക്കിലോ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ വളർച്ചയെത്താത്ത ശരീരത്തിന് നേരെ ഒരു വൃത്തികെട്ട കൈ നീണ്ടു വന്നേക്കാം, കരുതിയിരിക്കുക.
സൂര്യൻ കത്തിച്ചൊലിച്ച് ഉച്ചയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പോലും കത്തിച്ച് പിടിച്ച ഒരു ചൂട്ട് നിങ്ങളിലേക്ക് കരുതണം, കാരണം നിങ്ങളെ സൂക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ ആദില, നൂറ, സാരിക ഉൾപ്പെടെയുള്ളവർ അവിടെ മുന്നിലിരുന്നിട്ട് അവർ വിങ്ങയായിരുന്നു. അപ്പം ആ ഒരു പെർഫോമൻസിലേക്ക് ഞാൻ അവിടെ എത്തുക 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആണ് ആദിലയും അനീഷും തമ്മിൽ അവരുടെ ഒരു ചെറിയ ഫാമിലി, ചെറിയല്ല ഒരു ഭീകരമായ വിഷയമായിട്ട് സംസാരിച്ചവൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോവുകയും ചെയ്തു. ആ കുട്ടി എൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ സത്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരയുകയായിരുന്നു. ഞാനാണ് സാന്ത്വനിപ്പിച്ചത്. പക്ഷെ അതൊന്നും നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ഞാനില്ല, അവിടെ അങ്ങ് പിക്ചറിലില്ല. അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എടുക്കാനായിട്ടുള്ള ടൈമോ അവസരമോ കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇനി എനിക്ക് പുറത്തു വന്നാലും ചെയ്യാമല്ലോ. ഇനി ഒരു തവണ കൂടെ അവസരം കിട്ടാണ് ബിഗ് ബോസിൽ പോവാൻ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അതിന് സാധ്യതയുണ്ട്, ആദ്യമായിട്ട് എവിക്റ്റഡ് ആവുന്നവർക്ക് ഒരു സാധ്യത കൂടെ ഉണ്ട്. സോ അത് മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ ഒരു തവണ അവസരം ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു. എന്നെ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് എന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു 100 ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു വിളി വന്നേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് എന്തെങ്കിലും പാളിയോ, അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ട് രഞ്ജിത്തിന് എവിടെയാണ് പാളി പോയത്, ഞാൻ പറഞ്ഞു എനിക്കെങ്ങും പാളി കിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഓരോ നിമിഷം. ഉറങ്ങേണ്ട സമയം ലൈറ്റ് ഓഫ് ആയാൽ ഞാൻ പോകും. ആ സമയത്ത് പിന്നെ കുശുകുശിക്കലും പരദൂഷണം പറച്ചിലും ഞാൻ ഇരിക്കാറില്ല. ലൂസ് ടോക്ക് എനിക്കില്ല. ഞാൻ ശാരികയെ വിളിച്ചിരുത്തിയിട്ട് ശാരികയുമായിട്ട് സീരിയസ് ആയിട്ടുള്ള സംസാരിച്ചിട്ടുണ്ട്, ഹോട്ട് സീറ്റ് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മറ്റുള്ളവർക്ക് വിളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ജോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവിടെ ഇരുന്നിട്ട് ആൾ കണ്ടു അതുകൊണ്ട് ആ പറച്ചിലിന് എനിക്ക് താല്പര്യമില്ല, ഞാനത് പറയാം. പക്ഷെ അതൊക്കെ ആയിരിക്കും പ്രേക്ഷകർക്ക് കൂടുതലും താല്പര്യം ഉണ്ടാവുക. അത് ഞാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതൊക്കെ എൻ്റെ പാഴ്ചകളാണെങ്കിൽ ഇനി ബോധപൂർവ്വം ആരെങ്കിലും കുറിച്ച് കുശുമ്പ് മുന്നായും പറഞ്ഞ് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ തന്നെ എന്താണ്. പക്ഷെ ഇപ്പൊ ആ 1 വീക്കില് എല്ലാം മാറിയല്ലോ, കംപ്ലീറ്റ് സ്ട്രാറ്റജികൾ മാറി, ഗെയിംസ് വന്ന് ടീം ബോണ്ടിങ് ഉണ്ടായി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ സ്വഭാവം കംപ്ലീറ്റ് മാറി. ഇനി കൂടുതലും ബുദ്ധി ഉപയോഗിച്ചുള്ള പ്ലാനിങ്ങുകളാണ് നടക്കുക. അവിടെയൊക്കെ സിമ്പിൾ, ഞാൻ നേരെ നിന്ന് കൊടുത്താൽ മതി, അവിടെ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. ഈ സീസൺ ഒത്തിരി ആളുകൾക്ക് ഒരു 7ന്റെ പണി, അതിന്റെ പല ഗെയിമുകൾ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ബിഗ് ബോസ് നമ്മൾ പുറമേ കാണുമ്പോൾ ഇത് കുറച്ച് ടഫാണെന്ന് തോന്നും, അകത്ത് കയറുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നാം, തിരിച്ചും സംഭവിക്കാം. ശരിക്കും ബിഗ് ബോസിന്റെ അകത്ത് കയറിയ സമയത്ത് എന്തായിരുന്നു രഞ്ജിത്തേട്ടന് തോന്നിയത്? ബിഗ് ബോസ് കാണുന്നവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ പോകുന്നവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ നിത്യജീവിതത്തിൽ 1 മണിക്കൂറിൽ ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ അറ്റൻഷൻ പോകും. അവിടെ ചെന്നിട്ട് 7 ദിവസവും എൻ്റെ ഫോണില്ല എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരുപക്ഷെ ഞാൻ കുറച്ച് ഫോൺ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആർക്കും അങ്ങനെ തോന്നിയായിട്ട് ആരും പറഞ്ഞില്ല. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, വേറെ കുറച്ച് ഗ്രൂപ്പിലാണ്, അങ്ങനെ ഒരു ചിന്ത. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 5-6 പേരെങ്കിലും നേരത്തെ അറിയാവുന്നവരുണ്ട് എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ തന്നെ അവിടെ അത് മറ്റൊരു സ്ഥലത്താണ്, നമ്മളൊരു ടൂറിന് പോയി എൻജോയ് ചെയ്ത് നിൽക്കുന്നു, അതിനിടയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അവർ കുറച്ച് ടാസ്കുകൾ തരുന്നു. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ ടാസ്കിലൊന്നും ഇടപെടാൻ പറ്റില്ല. കാരണം ആദ്യത്തിൽ തന്നെ നമ്മൾ നോമിനേഷൻ വന്നതുകൊണ്ട് ഒരു ടാസ്കിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പങ്കെടുത്തവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ. ആ ടാസ്കുകൾ, സംഘർഷങ്ങൾ, ഇതൊക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ 100 ദിവസം നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ക്രൂക്കഡാകുകയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യും, എങ്ങനെയും എനിക്ക് നിന്നേ പറ്റൂ എന്നുള്ളത്. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ ക്ലിയർ റൂട്ടിൽ പോയാൽ 100 ദിവസം വരെ എത്താൻ പറ്റുന്ന ചില പേഴ്സണാലിറ്റീസും ഉണ്ട്. അവർക്ക് നോ ടെൻഷൻ. പുറത്തിറങ്ങിയിട്ട് ഈ 7 ദിവസത്തെ സീസൺ അല്ലെങ്കിൽ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അത് എപ്പിസോഡ് കാണാതിരിക്കുമ്പോഴേ എപ്പിസോഡ് കണ്ടോ പുറത്തിറങ്ങിയ ശേഷം? ഞാൻ ഉണ്ടായിരുന്ന എപ്പിസോഡുകൾ കണ്ടു. എൻ്റെ ഇൻട്രോയും ഞാൻ എവിക്റ്റ് ആകുന്ന എപ്പിസോഡും പിന്നെ ഇടയ്ക്കുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടു. ആ എപ്പിസോഡുകൾ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഞാൻ അവിടെ എവിടെയും കാണുന്നില്ല എന്നെ. ഞാൻ തമാശയ്ക്ക് പറയുമായിരുന്നു, ഞാൻ പോയ സ്ഥലത്തുള്ള ക്യാമറകളായിരുന്നു, വർക്ക് ചെയ്തില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പം ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം ബിഗ് ബോസിൽ നേരത്തെ ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് എന്നെ ജോയിൻ ചെയ്യിച്ചു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞത്, ഞാൻ ബിഗ് ബോസിന് പ്രാവശ്യം മലയാളത്തിന് ഒരു പുതിയ സ്വന്തമായിട്ടൊരു ഹൗസ് ഇപ്പോഴാണല്ലോ ഉണ്ടാക്കി. ഹൗസിന്റെ ഹൗസ് വാമിങ്ങിന് വിളിച്ചു, ഞാനൊന്ന് പോയി കുറച്ച് ദിവസം നിന്നു, ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ ഇനിയിപ്പോ നിങ്ങളോടൊപ്പം നിൽക്കാം എന്ന് പറയാം. അപ്പൊ അതുപോലെ പാലിയാച്ചിന് പോയിട്ട് തിരിച്ചു വന്ന ഒരു സംസ്ഥ. ഇപ്പം ഞങ്ങള് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്, പക്ഷെ എന്നാ പുറത്തിറങ്ങുമ്പോൾ ദേഷ്യം കൂടുതലാണെന്ന് അതിലൊരു കണ്ടസ്റ്റന്റ് പറയുകയും ചെയ്തു. ഏറ്റവും അവസാനം എനിക്കുള്ള പരാതി അതാണല്ലോ അവര് പറയുന്നത്. അവരങ്ങനെ ദേഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ.
അത് പക്ഷെ ആരും കണ്ടിട്ടില്ല. അത് കാണാത്തോണ്ടായിരിക്കും എല്ലാരും പറഞ്ഞു നല്ല മനുഷ്യനാണെന്നൊക്കെ. സച്ച് എ ഹ്യൂമൻ ബീയിങ് എന്നൊക്കെയാണ് മെസ്സേജ്. ഞാൻ ഈ കമന്റുകൾ കണ്ടത്, ഞാൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കിടക്കുന്നേ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഏറ്റവും കൂടുതൽ ആ കണ്ടസ്റ്റന്റിനോട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കണ്ടതും ചർച്ച ചെയ്തതും. അപ്പം അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് ആൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യമില്ല കുട്ടിക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ സൈസ് കൊണ്ട് ഏറ്റവും ചെറുത്, പ്രായം കൊണ്ട് ഏറ്റവും ചെറുത്, അപ്പോൾ നമ്മളൊരു ക്യൂട്ടായിട്ടല്ലേ നമ്മൾ കാണുള്ളൂ. ഞാനാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ് പ്രായം കൊണ്ട് മൂത്തത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെന്ന് കണ്ട ഫസ്റ്റ് അകത്ത് കയറിയപ്പോൾ കണ്ട കൂട്ടത്തിലുള്ള ആളാണ്. അപ്പം ഞാൻ അന്നേരം കൊച്ചുകുട്ടിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതായത് ഏത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ അതെൻ്റെ നേച്ചറാണ്. ഞാനിനി ഇനി ട്രംപിൻ്റെ മോളെ കണ്ടാലും ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇവര് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പൾസ് പോളിയൊക്കെ എടുത്തായിരുന്നു ചോദിച്ചു. അപ്പോൾ ഇത് അന്നേരം കേട്ട് ഇങ്ങനെ ചിരിച്ച് നിന്നിട്ട് പിന്നെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് അവരെ ഏജിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വലിയ അത് അവരുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു കാണും. വേറെ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ഭൗതികമായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം, അല്ലാതെ അയാൾ നോക്കിയപ്പോൾ ചരിഞ്ഞെന്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാക്കുകയല്ലേ വേണ്ട. ഇതേ സാധനം തന്നെയുള്ളൂ 7ാമത്തെ ദിവസം ഞാൻ ഔട്ടാകുമ്പോഴും പറയാൻ അവർക്ക്. അവിടെ നിന്ന് ഒരു ഗ്രോത്ത് അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ ജെൻസി കുട്ടികളെന്ന് പറയുമ്പോഴത്തേന് അവരുടെ ചിന്തകളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, നമ്മളെ അമ്പരപ്പിക്കുക അവരുടെ ചിന്തകളും. ഏറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കി കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് ഇംഗ്ലീഷിലൊന്നും സംസാരിക്കാൻ ഇപ്പോഴും പറ്റില്ല. ലാംഗ്വേജ് വലിയ പ്രശ്നമാണ്. മലയാളത്തിൽ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാൻ നമുക്ക് ആ കാലത്ത് പറ്റില്ല. പിന്നെ നമ്മൾ അതിനുശേഷമാണ് വായനയിലൂടെ നമ്മൾ കുറച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും ബ്യൂട്ടി. അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യം കൃത്യമായിട്ട് പറയാനുള്ള ലാംഗ്വേജ് അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്ന് അവരെ പ്രതിദാനം ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രിമി അവിടെ വന്നിരിക്കുന്നത്. അവർക്ക് എന്താണ് അവരവിടെ ചെയ്തത്? മൂത്ത കുറെ സ്ത്രീകളുടെ സാരി തുമ്പി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളതല്ലാതെ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് അത് മറ്റുള്ള ജെൻസി കുട്ടികൾക്ക് നാണക്കേടാണ് അവരവിടെ പോയതെന്ന് എനിക്ക് പറയുന്നത്. പിന്നെ എന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല പറയുന്നത്, സത്യമാണ്. അത് കാണുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം ഒത്തിരി പേര് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നു. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തോട്ട് ഒത്തിരി ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചേട്ടനെ പറ്റിയും ഒത്തിരി പേര് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഞാനിതങ്ങനെ ഫോളോ ചെയ്യാൻ ഇതൊന്നും ഇല്ല. എല്ലാ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നെ കുറിച്ച് മോശമായിട്ട് എന്താ പറഞ്ഞു? നെഗറ്റീവായിട്ട് അഭിപ്രായങ്ങൾ പറയില്ലേ എപ്പിസോഡ് കഴിഞ്ഞിട്ട്? ഈ ഇഷ്യൂവിൽ തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാം. ഞാൻ ഒന്നാമത് ഞാൻ വളരെ കൺട്രോൾ ചെയ്തോണ്ടാ. എനിക്ക് പറ്റിയ ഒരു ഇരയല്ല. അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് കിട്ടിയാൽ ഞാൻ വലിച്ചു കയറുമായിരുന്നു. ഞാൻ എങ്ങനെ സംസാരിക്കും? എൻ്റെ മകൻ്റെ പ്രായമില്ലല്ലോ അവരോട്. ഞാൻ അങ്ങനെ അവരോട് അല്ലെങ്കിൽ ആശയപരമായ എന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കാം. ഞാൻ ഒരു ദിവസം വിളിച്ചിരുത്തിയിട്ട് എന്താണ് ജെൻസി കുട്ടികളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതി നിങ്ങൾ ഇവിടെ വന്ന് എന്താണ് ചെയ്തത് എന്താ പറഞ്ഞു. അതിന് ചേട്ടനായിട്ട് സംസാരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അറിയും എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ സംസാരിക്കാൻ പറ സംസാരിക്കുമ്പോൾ അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിർത്തിപ്പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ അങ്ങനെ സംസാരിക്കാനുള്ള മെറ്റീരിയൽ ഇല്ല. നമ്മളെന്താ ചെയ്യാൻ? എനിക്ക് ഈ ലൂസ് ടോക്ക് ഇരുന്നിട്ട് മറ്റേ ലാബറട്ടറി അവരെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ ലിപ്സ്റ്റിക്ക് കൊള്ളത്തില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ധാരാളം സബ്ജക്റ്റുകളുണ്ട്. അത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതിന് ഇനി എത്ര ലക്ഷം രൂപ വരാന്ന് പറഞ്ഞാലും അത് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ചിലപ്പോൾ ഇനി പറഞ്ഞു പോകുമെന്നറിയില്ല. ഗതികേടുണ്ട്. കാരണം ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൊരു തമാശ, എനിക്ക് EMI ഉള്ളതുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇവിടെ കിടന്ന് വരസുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും ചവിട്ടി പിടിച്ചേനെ. മാസം EMI ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഡയലോഗ് അവിടെ, ആ ഒരു ജോക്ക് അവിടെ ഹിറ്റായിരുന്നു. അന്ന് പലപ്പോഴും പറയും, രഞ്ജിത്ത് ചേട്ടാ എന്താ, എനിക്ക് EMI ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടായിരിക്കില്ലേ എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ EMI ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ഇപ്പൊ ഓൾറെഡി ബിഗ് ബോസ് എന്ന് പറയുന്നത് ചിലർ ഫെയിം ആയിട്ട് എടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളെ പുറമെയുള്ള ഒരു ഇമേജ് മാറ്റാനായിട്ട് ബിഗ് ബോസിൽ പോകുന്നവരുണ്ട്. ചില ആളുകൾ ഈ പറയുന്ന എമൗണ്ട് നമുക്കൊരു വലിയ തുകയാണ്, ചിലപ്പോൾ ലൈഫിൽ ഒരു പെട്ടെന്നൊരു വലിയ തുക കിട്ടുന്നത് സെറ്റിൽഡ് ആവാനും പല രീതിയിലാണ് ബിഗ് ബോസിനെ കണ്ടത്. ഇതിൽ ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിഗ് ബോസിന്റെ ഒരു പ്ലാറ്റ്ഫോം ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് ഫെയിം വേണ്ട, എനിക്ക് പണം വേണമായിരുന്നു. ഞാൻ എന്താണ് എന്ന് എന്നെ ആർക്കും അറിയില്ല. രഞ്ജിത്ത് എന്ന് പറഞ്ഞ്, മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ടോന്നുള്ളതല്ലാതെ വാട്ട് ഈസ് രഞ്ജിത്ത്, ഹു ഈസ് രഞ്ജിത്ത് ആർക്കും അറിയില്ല. അതെന്താണെന്ന് അറിയിക്കണം. എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടുകളും പറയാൻ പറ്റുന്നൊരു വേദിയായിട്ട് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാനുള്ളൂ. ഞാൻ റോഡിൽ ഒരു പ്രശ്നം നടന്നാൽ റോഡിൽ ഇറങ്ങിയെന്ന് ഞാൻ പ്രസംഗിക്കാറില്ല. അതാണ് എന്നെ കേൾക്കാൻ അവിടെ ആരുമില്ല, അതിൻ്റെ സ്ഥലവുമില്ല. പക്ഷേ ഇവിടെ ഒരു വേദി എൻ്റെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ എനിക്കത് പ്രയോജനപ്പെടുത്തണം. അതായിരുന്നു എൻ്റെ പ്രധാനം. പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ഈ തിരുവനന്തപുരത്തേക്ക് പോയതും അതിനുള്ള ശ്രമങ്ങൾ. അങ്ങനെയാണ് TV-യിലെത്തി, മുൻഷിയിലെത്തി, അങ്ങനെ അവിടെ ആയി പോയതാ.
എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം. കുറച്ച് സിനിമകളൊക്കെ ചെയ്തു, പക്ഷെ അതൊന്നും അങ്ങനെയായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇനിയെങ്കിലും വല്ല മറ്റേ പഴയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞൊരു നടനുണ്ട്, മരണപ്പെട്ടു പോയ, അദ്ദേഹത്തിന്റെ പ്രായത്തിലെങ്കിലും എന്തെങ്കിലും വേഷമൊക്കെ ചെയ്തിട്ട് മുന്നേ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോകണമെന്ന് പറയണം. തരത്തിലൊരു സാധനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സിനിമയാണ് എൻ്റെ ലക്ഷ്യം. ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി. എനിക്കിപ്പം സംസാരിക്കുമ്പോൾ പോലെ എസ് എ സൂര്യയുടെ ഒരു സംസാരിക്കുന്ന ആ കട്ട് വരുന്നുണ്ട്. എനിക്കൊന്ന് കുറെ കമന്റ്സ് സൂര്യ മാറ്റാൻ വേണ്ടിയിട്ടാണ് സീരിയസ്ലി ഇപ്പൊ സംസാരിക്കുമ്പോൾ സീരിയസ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് എപ്പോഴും നോക്കി ലുക്ക് ഭയങ്കര ഡിഫറൻസ് ആണ്. അതെപ്പോഴും ബോധപൂർവം ചെയ്യുന്നതാണോ, ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ലുക്ക് ചേഞ്ച് ചെയ്യാൻ? ഒരു നടൻ അല്ല, ഒരു ചിത്രകാരന് ക്യാൻവാസ്, ഒരു ശില്പിക്ക് കളിമണ്ണ് എന്നൊക്കെ പറയുന്ന ഒരു നടന്റെ ടൂൾ എന്ന് പറയുന്നത് ശരീരം, എസ്പെഷ്യലി മുഖം. ഈ മുഖത്ത് എന്തൊക്കെ രൂപം ഒരു മേക്കപ്പ് മാൻ മാറ്റുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ വരും. എൻ്റെ ഒരു കുറേ ഫോട്ടോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ലുക്കിലായിരിക്കും കുറേ ഫോട്ടോസ് ഉള്ളത്. ഞാൻ എൻ്റെ മുഖത്തല്ലേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ കിട്ടുന്ന സമയത്ത്. കാരണം ഇത് പൊതുവെ ഒത്തിരി വർഷമായി ഞാൻ മീശ വെച്ചിട്ട്, കാരണം മീശ വയ്ക്കാറില്ല. നര തുടങ്ങിയതിന് ശേഷം വയസ്സറിയിക്കാനുള്ള വയസ്സ് മറ്റുള്ളവരെ അറിയുന്നുള്ള ഒരു ഭയം കൊണ്ട്, ഒരു മടി കൊണ്ട് ഞാൻ കഴിയുന്നതും രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ വെള്ളി രോഗങ്ങൾ എടുത്ത് കളയാന്നുള്ളത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഈ ഷേവറും റേസറും ഒന്നും തരാത്തത് കാരണം ഇതിങ്ങനെ തേർന്നു വന്ന് ഞാൻ പിന്നെ പറഞ്ഞു, കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ TN ഗോപകുമാറിനെ പോലെ കണ്ണാടിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് പുറത്തായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിനെ ഞാനൊന്ന് കുറച്ചു ഇവിടെ ഈ പരുവത്തിലാക്കി വെച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ രൂപം മാറും, വേറെ മാറും. അതൊരു രസമായിട്ട് കണ്ടു തുടങ്ങി. നമ്മുടെ മുഖം ഇങ്ങനെയൊക്കെ മാറി മാറി പല രൂപം. എനിക്ക് കണ്ണാടി നോക്കിയിരിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. അതെനിക്ക് സ്ക്രീനിൽ നമ്മൾ പല വേഷങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ പല ലുക്കിൽ വരണം, ആ ഒരു തോട്ടാണോ? തീർച്ചയായിട്ടും പല രൂപത്തിൽ. അഭിനയം എല്ലാം ഒന്ന് തന്നെ, അഭിനയം മാറുന്നില്ല, മുഖവും രൂപവും വിചാരിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പല വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും പറയും, ഈ വേഷങ്ങളില്ലാത്തൊരു വേഷക്കാരനായിരുന്നു ഞാൻ ഇത്ര കാലം. പലപ്പോഴും നല്ല വേഷങ്ങൾ അധികം കിട്ടിയിട്ടില്ല. വേഷം ചെയ്യാനാണ് താല്പര്യം, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലൊക്കെ കാണാൻ ഞാനെങ്കിലും ശ്രമിച്ച് കാണണ്ടേ എന്നെ, അതിന്റെ ഒരു പ്രതിഫലനമാണ്. അത്രേ ഉള്ളൂ. ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം പുറത്തുനിന്ന് ഒരു ചോദ്യമാണ്. ചോദ്യം വരും ഇവിടെ, പുറത്തുനിന്ന് ഒരു ചോദ്യം. കഥ നടച്ചേക്ക്. ഓക്കെ, നമസ്കാരം രഞ്ജിത്തേട്ടാ. അപ്പൊ എന്നെ ട്രോൾ ചെയ്തെല്ലാം കണ്ടായിരുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പോകാൻ എനിക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്, മാനസികമായും ശാരീരികമായും. കാര്യം നമ്മൾ ആ വീട് വിചാരിക്കുന്നത് പോലെ അല്ല, അത്ര പ്രയാസമാണ് അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ വീട്ടിൽ നിൽക്കാൻ. നമ്മൾ കരുതുന്ന പോലെയല്ല, പുറത്തുനിന്ന് കാണുന്ന പോലെ എളുപ്പമല്ലെന്നും ഞാൻ പറയലുണ്ട്. പക്ഷെ ചേട്ടൻ ബിഗ് ബോസ് വീട്ടിനകത്ത് ലൈവിൽ ഞാൻ കണ്ടായിരുന്നു പറയുന്നത്, ഇത് നമ്മൾ പുറത്ത് പറയുന്ന പോലെയൊന്നും അല്ലല്ലോ, വളരെ എളുപ്പമാണ്, എനിക്കിത് വലിയ പ്രയാസമായിട്ട് തോന്നുന്നില്ല, ഈ വീട് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എന്ന് ഏട്ടൻ വീട്ടിനകത്ത് വെച്ച് പറയുന്നത് കേട്ടായിരുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം? ചേച്ചിയുടെ ഒരു ചോദ്യമാണ്, എന്താണ് മറുപടി? അപ്പൊ ഞാൻ ചെയ്ത വീഡിയോ കണ്ടിരുന്നവര്, ഞാൻ ഇടയ്ക്ക് ഫോളോ ചെയ്യുന്നതായിരുന്നു മറ്റേ ഇതൊക്കെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നിയത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമസ്കാരം, ഞാൻ ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് അത് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് മറ്റുള്ളവർ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം അങ്ങ് സ്കിപ്പ് ചെയ്തതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ അത് വീഡിയോ ചെയ്തത്. അപ്പം രേവതി ചോദിച്ചിരിക്കുന്നത് നല്ലൊരു റിവ്യൂ ചെയ്യുന്ന ആളാണ്. രേവതി ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് നിന്നപ്പോൾ നല്ലത് തന്നെ ആയിരുന്നു, ആ അതേ അഭിപ്രായം തന്നെ. പുറത്താക്കിയപ്പോൾ തോന്നി ഇച്ചിരി പാടാണ്, അപ്പോൾ മാത്രമാണ് അത് തോന്നിയത്. അല്ല, ശരിക്കും നമ്മൾ എന്തിനാണ് അതിനകത്ത് പോയെന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, EMI ഉള്ളതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്താലും അവിടെ നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു വ്യക്തിത്വം അവിടെ നിൽക്കാൻ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിന് മേളിലാണെന്ന് നമുക്കൊരു സ്വയം ബോധ്യം ഉണ്ടെങ്കിൽ അതിനെ അവരുടെ മേലിൽ അതിന് അധീശത്വം സ്ഥാപിക്കരുത്. അവരുടെ വാചകങ്ങൾ കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും തന്ത്രങ്ങൾ കൊണ്ടായാലും അത് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, ബിഗ് ബോസിനെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഷോയാണ്. ഷോ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ചർച്ച ചെയ്യപ്പെടുകയും അത് കഴിഞ്ഞാലും പിന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഷോയാണ്. അപ്പോൾ ആ ഷോ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഏത് തരത്തിലും ബിഗ് ബോസ് ശ്രമിക്കും. അതിൽ ചിലപ്പോൾ നമ്മൾ ഇരയാകപ്പെടും. അവിടെ രഞ്ജിത്തെന്നോ അല്ലെങ്കിൽ രാജു എന്നോ ഗോവിന്ദനോ ശങ്കരനെന്നോ ഒന്നുമില്ല. അപ്പോൾ ഷോയാണ് പ്രധാനം. ആ ഷോ അതിൽ ചിലപ്പോൾ ഇരയാകപ്പെടും, അത് നിർഭാഗ്യം ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കൃത്യം നമ്മളെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മേലാണ് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കും.
ബിഗ് ബോസിന് ഒരു പ്ലാൻ ഉണ്ടെന്നാണോ? ബിഗ് ബോസിന് നിങ്ങളൊരു പ്ലാൻ ചെയ്യും, അതിനപ്പുറം അവർക്കൊരു പ്ലാൻ. പിന്നെ തീർച്ചയായിട്ടും ആ പ്ലാൻ ഉള്ളത് കൊണ്ടല്ലേ ഇത്രയും നാളായിട്ടും ഇത് സക്സസ് ആയിട്ട് ഇത്രയും ഭാഷകളിൽ ഇത് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിന്റെ ബുദ്ധിയുള്ള ഒരു പ്ലാൻ ഉള്ള ഒരു നല്ല ടീം അതിന്റെ പിന്നിലുണ്ട്. അവർക്ക് അതുകൊണ്ടാണ് അത് ഇത്രയും ഓരോ വർഷം കഴിയുന്തോറും ഇതിന് ആരാധകർ കൂടിക്കൊണ്ട് ആ ഷോ മുന്നോട്ട് പോകുന്നത്. അകത്ത് ട്രൂ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്ന ആൾക്കാർ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ അവരങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഇതിൽ സ്നേക്ക് എന്നൊക്കെ പറയും, സോ അങ്ങനെയും കാണാറുണ്ട്. ശരിക്കും അത് നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണോ ശരിക്കും അവിടെ ഒരു ഫ്രണ്ട് സർക്കിൾ രൂപപ്പെടുന്നത്? അതോ ഒരു ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ബിഗ് ബോസിന്റെ അകത്ത് വർക്കാവില്ല എന്നാണോ? എന്താ ശരിക്കുള്ള ഒരു കാര്യം? ജെന്യൂൻ ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പിന് പോകാറില്ല. കാരണം എപ്പോഴും നമുക്ക് ആരെങ്കിലും ഉണ്ടല്ലോ നമുക്കൊന്ന് നമ്മുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ നമുക്ക് എപ്പോഴും വേണം. 1 2 പേരുണ്ടാവും, ചിലപ്പോൾ ഒരേ വൈബിലുള്ള. ഇപ്പൊ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരേ തോട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ആകും. അങ്ങനെ ഒരു സ്വാഭാവികം സംഭവിക്കും. പക്ഷേ ഈ ഭയങ്കര ക്രൂക്കഡായിട്ട് ജെന്യൂൻ അല്ലാതെ വരുന്ന ഫേക്ക് എന്ന് നമ്മൾ പലപ്പോഴും പറയും ഫേക്കാണ് അങ്ങനെ വരുന്നവർ ഇവനെ പിടിച്ചാൽ എനിക്ക് കുറച്ച് നാൾ നിൽക്കാം എന്ന് കണക്കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ഗെയിം പ്ലാൻ പോലെ കണക്റ്റ് ആവുന്നവരുമുണ്ട്. ജെന്യൂൻ ആയിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലർ തമ്മിൽ അങ്ങ് കണക്റ്റ് ആവും. അത് അവരുടെ ആ വൈബ് നമ്മളങ്ങനെ. പിന്നെ ഒരു പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആരെങ്കിലും വേണ്ടേ? നമുക്ക് ഒറ്റയ്ക്ക് അനീഷിനെ പോലെ അനീഷ് നോർമൽ മനുഷ്യനല്ലല്ലോ. അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ ഒരിടത്ത് ഇരിക്കത്തില്ല, ആരുമായിട്ടും സംസാരിക്കണ്ട, അവൻ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? അങ്ങനെ ബിഗ് ബോസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം നടക്കുന്നത് അവന് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടല്ല ഞാൻ അവിടെ ശരിക്കും പറഞ്ഞ ഒരു കിച്ചണിലായിരുന്നല്ലോ എൻ്റെ ജോലി. അപ്പം ഞാനൊരു കുക്കറി ഷോ പോലെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഇൻഗ്രീഡിയൻസ് ആക്കിക്കൊണ്ട് ഒരു ഡിഷ് ബിഗ് ബോസ് ഉലർത്തിയത് ഒന്നും പേര്. അപ്പം അതിനകത്ത് ഞാൻ ആദ്യം ചെയ്ത തവ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് അല്പം അനീഷ് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചുറ്റിക്കണം. പക്ഷെ ഇത് ചുറ്റിക്കണ്ട, അത് തനിയെ കിടന്ന് ചുറ്റിക്കും. അനീഷ് ഓയിലാണെങ്കിൽ തനിയെ കിടന്ന് ചുറ്റിക്കോളൂ, ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ കടുക് പൊട്ടിക്കണമല്ലോ. കടുക് പൊട്ടിക്കുന്നതിന് വരെ നമ്മൾ അപ്പാണി കടുക് എടുത്തിട്ടാൽ മതി, തനിയെ കിടന്ന് പൊട്ടിക്കോളും. കൂടെ അക്ബർ കടുകും അഭിലാഷ് കടുകും വരും, അതും കൂടെ പൊട്ടിത്തെറിച്ചോളും. അങ്ങനെ അതിന് ശേഷം കുറച്ച് ഷാനവാസിനെ 7 ആയിട്ട് മുറിച്ച് ഒരു പീസ് എടുത്തിട്ട്, കാരണം വേവ് കൂടുതലുള്ള ഐറ്റം ആയതുകൊണ്ട് കുറച്ചേ ഇടാവുള്ളൂ. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ കുറച്ച് ഒന്നൊന്ന് പാകമായി വരുമ്പോൾ അനുമോൾ കുറച്ചെടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് ഉപ്പ് രസവും ഒരു ഒക്കെ ഉണ്ടാവും അതിനൊരു. പിന്നെ കുറച്ച് സരിക എടുത്തിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ കിടക്കട്ടെ ഒരു ഐറ്റം. ഇതെല്ലാം കൂടെ ഒന്ന് പാചകം ചെയ്തൊന്ന് നല്ല മണമായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആദില നൂറ, കുറച്ച് സ്പൈസസ് ആണ്, അത് ടേസ്റ്റ് ഉണ്ടാവും എടുത്ത്. പിന്നെ പാകമായി നമ്മൾ മാറ്റിയിട്ട് ഈ ജിസേലിനെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് വിളമ്പുക. ജിസേലിനെ വെച്ച് ഗാർണിഷ് ചെയ്താൽ ഒരു ചന്തമാണ്. അങ്ങനെ ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കി അവിടെ കാണിച്ചു. അപ്പൊ അതിനകത്ത് അനീഷാണ് പ്രധാന കഥാപാത്രം. തുടക്കം നടക്കുക, ആരെയും പരിചയപ്പെടേണ്ട, ആരുമായിട്ട് സംസാരിക്കേണ്ട. പക്ഷെ ഇപ്പൊ മാറി 3ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് അയാൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നു. കാരണം ടീം സെറ്റ് ചെയ്തു, ഓരോ ടാസ്കിന് വേണ്ടിയിട്ട് ടീം സെറ്റ് ചെയ്തു. അപ്പൊ പരസ്പരം സംസാരിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അയാളുടെ ആദ്യത്തെ മുഖംമൂടിയൊക്കെ മാറ്റി. എല്ലാ വർഷത്തെ ബിഗ് ബോസ് കാണുന്ന സമയത്ത് കണ്ടസ്റ്റന്റ് അടക്കം എല്ലാവരും പറയും സ്ക്രിപ്റ്റഡ് ആണ്, സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർ ഇത് കൺഫ്യൂഷനാണ്, ശരിക്കും സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ. അപ്പൊ അതിനകത്ത് പോയപ്പോൾ സ്ക്രിപ്റ്റഡ് ആണ് എന്നാണോ അല്ലാതാണോ സ്ക്രിപ്റ്റഡ് അല്ലാതാണോ മനസ്സിലായിട്ടുള്ളത്? എന്താണ് ഞാൻ എന്ത് ഉത്തരം പറയണം? അവിടെ പോയി ഒരു എക്സ്പീരിയൻസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റഡ് അല്ല, സ്ക്രിപ്റ്റഡ് ആണ് എന്ത് തോന്നുന്നു? ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രാവിലെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിരിക്കും രാവിലെ 8 മണി എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ. അപ്പോൾ അതിൻ്റെ അടുത്ത ശേഷം എഴുതി വയ്ക്കും രാവിലെ അനീഷ് രേണുവുമായിട്ട് ഒരു വഴക്കിടുക എന്ന് എഴുതി വയ്ക്കുമെന്നായിരിക്കും സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതല്ല, അങ്ങനെ എഴുതിപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റിലല്ല. ഈ ഷോ അല്ലെങ്കിൽ ഇതൊരു നദിയാണ്. ഇത് ഏത് വഴി ഒഴുകണം, എങ്ങനെ ഒഴുകി എത്തിച്ചേരണം എന്ന് അറിയാവുന്ന, തീരുമാനിക്കുന്ന, അതിന് ശേഷിയുള്ള, ബുദ്ധിയുള്ള ഒരു നല്ല ടീം. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, നല്ല ടീം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ പ്ലാനിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് അത്രയധികം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഷോ ആക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള, ബുദ്ധിയുള്ള ഒരു നല്ല ടീം ബിഗ് ബോസിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലാംഗ്വേജുകളിൽ, ഇത്രയും സീസണുകളിൽ ഇത് ഇപ്പോഴും സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് സ്ക്രിപ്റ്റഡ് ആകുന്നത്. അല്ലാതെ എഴുതി വെച്ചിട്ടൊന്നുമില്ല രാവിലെ 11 മണി അനുവും അനീഷും തമ്മിൽ ഒരു യുദ്ധം എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതെങ്ങനെ പെരുമാറണമെന്ന് അവിടെ ചെന്നാൽ നിങ്ങൾ രഞ്ജിത്ത് അനീഷിൻ്റെ അടുത്ത് വഴക്കണം കേട്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ രേണുവിനെ ഒന്ന് കരയിപ്പിക്കണം കേട്ടോ എന്നൊന്നും ഒരു ഇൻസ്ട്രക്ഷനും ഇല്ല. നമ്മളകത്ത് കയറി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒരു റൂൾ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കയ്യാങ്കളി പാടില്ല, ഈ മതപരമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള പരാമർശങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അത്ര പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളെ അങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ്. തുറന്നു വിട്ടിട്ട് അതിനെ
അതിനെ ഒരു എല്ലാ പ്രോഗ്രാം ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരു പ്രോഗ്രാം, ഒരു ചിത്രം ഒരാൾ വരയ്ക്കാൻ ആലോചിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്ക്രിപ്റ്റ് വേണ്ട അയാളുടെ തലയിൽ. ഇപ്പൊ സിനിമ ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ബിഗ് ബോസിന് പോകുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു എന്തായാലും അത് സംഭവിക്കും. അതിലപ്പുറം ഒരു ഫാമിലി ലൈഫിന് എപ്പോഴും അത് പറയാറുണ്ട്. സോ ഫാമിലിയിൽ മാറ്റങ്ങൾ, എന്തെങ്കിലും ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ഒരു മാറ്റം വരണം എന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ഈ നമ്മുടെ കരിയർ വൈസ് അല്ലാതെ? കരിയർ വൈസ് അല്ലാതെ ഫാമിലി നമ്മുടെ ലൈഫിൽ എന്ത് മാറ്റം? ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു സാധനം, സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടൈമായിട്ട് ആളുകളൊക്കെ പൊക്കി പറയുന്നെങ്കിലും ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ടോ എന്ന് ചോദിച്ചാൽ അത് കഴിയുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. എന്നെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ ബാക്കിയുള്ളവർ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കരിയറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടത് എനിക്ക് എന്നോടൊപ്പം ഫാമിലി ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. അത് എവിടെയൊക്കെ ഇപ്പം പുറത്ത് ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഫാമിലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചവരുള്ളവർ ഞാൻ പറയുന്നത്, നമ്മൾ കരിയറിലൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പീക്ക് ആവേണ്ടത് നമ്മളൊരു 45ക്ക് മുമ്പൊക്കെയാണ്. കാരണം ആ സമയത്താണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അവർ വളർന്ന് അവരുടെ വളർച്ചയുടെ സമയം. ഞാൻ എന്തെങ്കിലും ആയി എനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായി മെച്ചം ഉണ്ടാകുന്ന സമയം അവരുടെ വളർച്ച സമയത്താണ് വേണ്ടത്. അവർക്ക് വേണ്ടുന്ന കൊടുക്കാൻ അപ്പോഴാണ് പറ്റേണ്ടത്. ഞാനൊരു 50-60 വയസ്സിൽ ഞാൻ വലിയ താരമായി, ലോകം അറിയപ്പെടുന്ന ഒരാളായി, ഭയങ്കര സമ്പന്നനായി. അതുകൊണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഗുണം. അപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയി കഴിയും. അപ്പോൾ എന്നെ കൊണ്ട് അവർക്ക് ഗുണമല്ല. പിന്നെന്താണ് ഗുണം? ഞാൻ കുറച്ച് ലാവിഷാകാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ആ ഒരു ടൈമിൽ ഒരു 35 to 45 അവരുടെ ഒരു കരിയറിൽ എന്തെങ്കിലും ആയാൽ അവരുടെ നെക്സ്റ്റ് ജനറേഷനെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാം, അവർക്ക് നല്ല വസ്ത്രങ്ങളോ നല്ല ആഹാരങ്ങളോ കൊടുത്ത് അവരെ മെച്ചപ്പെടുത്താം. ഇത് സംഭവിക്കും. നിർഭാഗ്യവശാലെന്നല്ല, എല്ലാ കാര്യവും എന്ത് പറഞ്ഞാലും നിർഭാഗ്യവശാൽ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ കൈവിട്ടുപോയി. അവർക്ക് പക്ഷേ മൈ ബെസ്റ്റ് ഞാൻ അവർക്കെല്ലാം കൊടുത്തു. ഇപ്പോൾ ആരുമില്ല, അതുകൊണ്ട് തന്നെ എനിക്കിനി കരിയറിലല്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. സമ്പത്ത്, പിന്നെ കാരണം ഒരുപാട് പേര് എൻ്റെ നിന്ന് പണം ഇതിനെ ചതിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പണത്തിൻ്റെ മൂല്യം ഞാൻ അറിയുന്നത്. എൻ്റെ ഈ കാശുണ്ടായിരുന്നപ്പോൾ എനിക്ക് മൂല്യം അറിയണ്ട, കാര്യങ്ങളൊക്കെ നടന്നു പോകും.